പഴയ കാലത്തെ മുട്ടായിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് ഷീമാട്ടി മുക്ക്, അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിൽ കോട്ടൺ മില്ലുണ്ട്. അപ്പോൾ ഷീമാട്ടി മുക്കിൻ്റെയും കോട്ടൺ മില്ലിൻ്റെ ഇടയ്ക്കായിട്ട് പഴയ കാലത്തെ മുട്ടായിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കടയുണ്ട്. ഒരു ചെറിയ ഒരു നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു കടയാണ്. അപ്പോൾ ആ ഒരു കടയുടെ ഡീറ്റെയിൽസാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലുള്ള ഒന്ന് ഷോപ്പൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് പഴയ കാലത്തെ മുട്ടായില്ലേ ഒന്ന് ഓർമ്മകളായവർക്കാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെറുപ്പകാല മിഠായി ഷോപ്പ്, അതാണ് കോട്ടൺ മില്ലാണ്, ഷീമാട്ടി മുക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് പേരൊക്കെ ഒന്ന് ചോദിക്കാം. പേരൊക്കെ ഒന്ന് പറയാം. ഒന്ന് ആനമയിൽ ഒട്ടകം എന്നാണ് കേട്ടോ. ടോയ്സ് ഒക്കെ ഉള്ള സംഭവമാണ് കേട്ടോ. ഇത് കൊള്ളാം. ഇഞ്ചി മുട്ടായി. ഓക്കെ. ഇത് നമ്മുടെ പഴയ പൈസ മുട്ടായി എന്ന് പറയും. ഓക്കെ, പൈസ മുട്ടായി. ഇതിൻ്റെ അകത്ത് പൈസ കാണോ? 20 പൈസയൊക്കെ മുമ്പ് ഇപ്പം പൈസ കാണാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ പഴയ കാലത്തെ പുളിമുട്ടായി അല്ലേ? കാക്കപ്പഴം, പുളിമുട്ടായി, തേൻ മുട്ടായി, മറ്റേ ഗുണ്ടുപൊരി, ഇത് മിച്ചർ മുട്ടായി ഉണ്ട്, കപ്പലണ്ട് മുട്ടായി. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? എങ്ങനെ പറഞ്ഞാൽ 30-20 ആ ഒരു റേറ്റൊക്കെയാണ്. ഇതെന്ത് മുട്ടായിരുന്നു? ഓക്കെ, പരിപ്പും കടലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുട്ടായി. ഇത് നമ്മുടെ സോഡ മുട്ടായി അല്ലേ? ഗ്യാസ് മുട്ടായി ഉണ്ട്. ഇത് ലാസ്റ്റ് ഉള്ളത് എന്താണ്? ഇത് ചോക്ക് മുട്ടായി എന്ന് പറയും, പഴയ സിഗരറ്റ് മുട്ടായി. പഴയ സിഗരറ്റ് മുട്ടായാണ്. പഴയ സിഗരറ്റ് മുട്ടായാണ്. ഈ ടോയ്സിൻ്റെ മുട്ടായി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഓക്കെ, ഇതെന്ത് മുട്ടായാണ്? ജെല്ലി മുട്ടായി എന്ന് പറയും. ജെല്ല് പോലെ ഇരിക്കും അല്ലേ? ഓക്കെ. അത് ഈ കപ്പലിൻ്റെയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ മുട്ടായി കഴിച്ചായിട്ട് ഓർമ്മയുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇത് പഴയ മുട്ടായി എന്ന് പറയും, കരിപ്പട്ടി മുട്ടായി. കരിപ്പട്ടി മുട്ടായി പഴയ അല്ലേ? ഇത് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും അല്ലേ കടിക്കുമ്പോൾ? ചവച്ച് തിന്നുന്നതാണ്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഈ സംഭവം കഴിച്ചത്. ഇത് ഇപ്പോഴത്തെ മറ്റേ ജെല്ലിൻ്റെ പഴയ രൂപമോ അതാ പുതിയ മുട്ടായി തന്നെ? ഇത് ജെല്ല് മുട്ടായി, ഇത് പുതിയ മോഡൽ. ഇതെന്ത് മുട്ടായി? കപ്പലണ്ടിയൊക്കെ വരുന്ന മുട്ടായിയാണ്. ഇതെന്ത് മുട്ടായി? ജെല്ല് മുട്ടായി, കമ്പ് മുട്ടായി. ഇതും പൈസ മുട്ടായിയാ? പുളിമുട്ടായി. ഓക്കെ. നീളം പുളി, പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് ജെല്ല് പോലത്തെ മുട്ട. ഇതെന്ത് മുട്ടായി? ഇതും പുളിയാണ്. അപ്പോൾ 1, 2, 3 ടൈപ്പ് പുളി മുട്ടായികളുണ്ട്. ഇതെന്താണ്? വേറൊരു മോഡലാണ്. അത് ചവുമുട്ടായി. ഇത് നമ്മളെ പൂച്ചമുടി എന്നൊക്കെ പറയണ അതാ? ഇതിനെന്താ പറയണ? ഇവിടെ എന്താ പറയണ? ബോംബെ മുട്ടായി എന്ന് പറയാം അല്ലേ? ട്രിവാൻഡ്രത്ത് പൂച്ചമുടി എന്നൊക്കെ പറയും. വേണ്ട, തേൻ മുട്ടായി ഉണ്ട്. അടുത്ത മുകളിൽ മൈസൂർ പാർക്കുണ്ട്, നമ്മുടെ കപ്പലണ്ടി ഉണ്ട്, തേങ്ങാലഡുണ്ട്, തേങ്ങ ഉരുളുണ്ട്, മൈസൂർ പാർക്കുണ്ട്, ഗുലാബ് ജാമുണ്ട്, നമ്മൾ സാധാ കടല, ഗ്രീൻ പീസ് കടല, കപ്പലണ്ടി, തേൻ വട. ഓക്കെ, കണ്ടല്ലോ. ഈ പുളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നിയത്. പുളി കൊള്ളാം സംഭവം. ഇപ്പുറത്തെ സൈഡിൽ ഇതെന്ത് സാധനം? ഇത് പൊട്ടാറ്റോ ചിപ്സ് പോലത്തെ എന്തോ ആണല്ലേ? പപ്പടം. ഇത് പൊരിക്കണമല്ലേ? എണ്ണയിലിട്ട് പൊരിച്ചെടുത്താലേ അത് പറ്റുള്ളൂ. ഇത് നമ്മുടെ തേൻ മുട്ടായി, ഗുണ്ടാണ് ഇഷ്ടംപോലെ സംഭവം ഇരിക്കുന്നത്. ഇത് ഗുലാബ് ജാമുൻ തന്നെ. ഇതെന്ത് മുട്ടായിരുന്നു? നല്ല ഓർമ്മ ഉണ്ട്. പാൽക്കോവ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്. ആടെ പേരെങ്ങനെയാ? നൗഷാദ് അല്ലേ? ഈ ഫീൽഡിൽ കുറേ വർഷമായിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഇതോപ്പത്തെ പുതിയ? സ്റ്റാള് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ. ഓക്കെ, ഇതെല്ലാ ദിവസവും കാണുമോ കട? 3-4 മാസങ്ങൾ കൊണ്ടുള്ള ഒരു കടയാണ്. ഓക്കെ, ചെറുപ്പകാല മുട്ടായി കടയാണ്. എല്ലാ മുട്ടായി ഐറ്റംസുകളും ഉണ്ട്. ജീരക മുട്ടായി, ഇഞ്ചി മുട്ടായി, തേൻ മുട്ടായി, എല്ലാ ടൈപ്പ് മുട്ടായികളുണ്ട്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുക, നിങ്ങൾക്ക് എന്തായാലും അത് യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഞാനും കുറച്ച് പീസ് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഇഷ്ടംപോലെ വെറൈറ്റി മുട്ടായികളുണ്ട്. എനിക്ക് മുട്ടായികളൊക്കെ ഒന്ന് കണ്ടപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ കാലം നല്ല രീതിയിലൊന്ന് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ സ്പോട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്പോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതുപോലുള്ള പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും ബൈ ബൈ.